എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ഹെൽത്തി സാലഡ് പ്രിപ്പയർ ചെയ്യണേ എന്നുള്ള വെയിറ്റ് നല്ലോണം കുറയ്ക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങളും വേണ്ടി മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇതുപോലെയുള്ള റെസിപ്പികളും മറ്റും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹെൽത്തി സാലഡിന് ആദ്യമായി വേണ്ടത് നമ്മൾക്ക് കുക്കുംബറാണ്. ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു 4 ക്യാരറ്റും ഒരു തക്കാളിയും ക്യാബേജും ചോളവും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ക്യാബേജ് വേണ്ട, അതുപോലെ തന്നെ ചോളവും വേണ്ട, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ചിക്കൻ ഞാനിവിടെ ഉപ്പ് മാത്രം ഇട്ട് ഒരു വിസിലടിച്ച് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനാണ്. Once in a while I dream. Once in a while I think of you. ഈ സാലഡിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേസ്റ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എഗ്ഗും 2 വറ്റൽമുളകും 3 കഷ്ണം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ച് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ക്യാരറ്റ് ഇതുപോലെ നമ്മൾ തൊണ്ട് കളയുന്ന പോലെ പീല് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. പീല് ചെയ്തെടുത്തതിന് ശേഷം അത് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കുക്കുംബർ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അതുപോലെ തന്നെ തക്കാളി ഒരെണ്ണം നമ്മളിവിടെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞു മാറ്റിയ കുക്കുംബർ ഞാനിവിടെ മുഴുവനായി എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഹെൽത്തി സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാബേജ് അരിഞ്ഞെടുക്കാം. ക്യാബേജും മുഴുവനായിട്ട് വേണ്ട, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്യാബേജ് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ള ക്യാബേജ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോൾ ഹെൽത്തി സാലഡ് കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും. ആവശ്യമായതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചോളം ഞാൻ കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ചെടുത്ത ചോളമാണ്. ഇവിടെ മുഴുവനായിട്ടുള്ള ചോളം ഞാൻ എടുത്തിട്ടില്ല, ചോളത്തിൻ്റെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഓരോരുത്തരുടെ ആവശ്യാനുസരണത്തിന് ചോളം നമുക്ക് ഇടാട്ടോ സാലഡിലേക്ക്. I reminisce on days gone by when you and I were new. Once in a while I dream, hoping that you'd return to me, but I know that you're not coming back, so once in a while I dream. ഇനി സാലഡിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അരിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ഒഴിക്കേണ്ട പേസ്റ്റ് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനാവശ്യമായ മുട്ടയും വറ്റൽമുളകും വെളുത്തുള്ളിയും നമുക്ക് അടിച്ചെടുക്കാം ജാറിൽ. ജാറിൽ ഈ മിക്സ് അടിച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് കിട്ടും. ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ടതില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തിക്ക് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്കിതിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ
കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം ഇതിലോട്ട്. മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുമ്പോൾ സാലഡ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഓരോ വെജിറ്റബിൾസും ഓരോന്നോരോന്നായി ഇട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. Once in a while I dream. Once in a while I think of you. I reminisce on days gone by when you and I were new. Once in a while നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ സവാളയും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പേസ്റ്റ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സാലഡ്. Once in a while I dream. Once in a while I think of you. I reminisce on days gone by when you and I were new. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാം. അങ്ങനെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.